Hi everyone, welcome to my classroom. This session helped you to revise the management accounting on the basis of previous year questions. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിൽ നമുക്ക് സബ്ജക്റ്റ് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ബേസ് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുള്ള ഇവിടെ ഞാൻ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടില്ല, അത് വേറൊരു സെഷനായിട്ട് തരാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ 8 മാർക്ക് അതുപോലെ എസ്സേ അങ്ങനെയാണ് പാറ്റേണിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതായത് ഷോർട്ട് എസ്സേയും മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ക്ലിയർ ആണോ? നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ വരുന്നത് നമുക്ക് ഫസ്റ്റ് 2019 അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് 4 മാർക്കിന് ഷോർട്ട് എസ്സേ ആയിട്ട് വന്നിട്ടുള്ളത് ഡിസ്കസ് ദ വാരിയസ് സ്റ്റെപ്സ് റിക്വയർഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ആ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റെപ്സാണ് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇൻസ്റ്റലേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. അതിനകത്ത് വരുന്ന കുറച്ച് സ്റ്റെപ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് പ്രിപ്പയറിങ് ഓർഗനൈസേഷണൽ മാനുവൽ. ഓർഗനൈസേഷണലായിട്ടുള്ളൊരു മാനുവൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. ഓർഗനൈസേഷണൽ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ചാർട്ടിൽ ഓരോ ഓർഗനൈസേഷനിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ഓരോ പേഴ്സൺസും ഓരോ എംപ്ലോയീസും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ലാബേഴ്സും അവരുടെ ഓരോരുത്തരുടെയും അതോറിറ്റി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, അവരുടെ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എന്ന് കാണിക്കുന്നതാണ് ഓർഗനൈസേഷണൽ ചാർട്ട്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഓർഗനൈസേഷണൽ മാനുവൽ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയറിങ് ഓർഗനൈസേഷണൽ മാനുവൽ എന്ന് വെച്ചാൽ ആൻ ഓർഗനൈസേഷണൽ ചാർട്ട് ഷുഡ് ബി പ്രിപ്പയർഡ്. ഇറ്റ് ഡിഫൈൻ ദി സ്കോപ്പ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് പേഴ്സണൽ ഇൻ ദി ഓർഗനൈസേഷൻ. ഇറ്റ് ഓൾസോ ഷോ ദ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് പ്രിപ്പയറിങ് ഫോംസ് ആൻഡ് റിട്ടേൺസ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോമുകൾ, റിട്ടേണുകളൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അത് മാനേജറിയൽ അവർക്ക് എന്തൊക്കെയാണോ ആവശ്യം, ഏതൊക്കെ ഇൻഫർമേഷനാണോ, എന്ത് രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡാറ്റയാണ് അവിടെ കളക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ബേസിൽ സ്യൂട്ടബിളായിട്ടുള്ള ഫോമുകൾ, റിട്ടേൺസൊക്കെ പ്രിപ്പയർ ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ് റിക്വസിറ്റ് സ്റ്റാഫിങ്. ആവശ്യമായിട്ടുള്ള ട്രെയിൻഡ് സ്റ്റാഫിനെ വേണമല്ലോ. അപ്പോൾ ആവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ എന്ത് ചെയ്യുക? ട്രെയിൻ ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പ് ക്ലാസിഫൈങ് അക്കൗണ്ട്സ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് സിസ്റ്റം. അവിടെ അക്കൗണ്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ അങ്ങനെ സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. അതായത് ഇവിടെ ഡാറ്റ അനാലിസിസിന് അക്കൗണ്ട് ഷുഡ് ബി ക്ലാസിഫൈഡ് ടു ഫെസിലിറ്റേറ്റ് കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ. ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഷുഡ് ബി ഇൻ്റഗ്രേറ്റഡ്. ഏതൊക്കെ അക്കൗണ്ട്സാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അതിനനുസരിച്ചിട്ട് അക്കൗണ്ട്സുകൾ ഏതൊക്കെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഡാറ്റ അനലൈസ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് കളക്ട് ചെയ്തിട്ട് ഡാറ്റ അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സെറ്റാക്കി വെക്കുന്നതാണ് ഈ ഒരു പ്രോസസ്സിൽ. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്ക്. ഇവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യലാണ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ പറയുന്നത്. This involves setting up standards and recording actual performance, then compare with the standard, then find out variation and corrective action is taken. ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ ഏത് സ്റ്റാൻഡേർഡാണ് നമ്മൾ ഫിക്സ് ചെയ്യുക, ആ സ്റ്റാൻഡേർഡ് ആദ്യം സെറ്റപ്പ് ചെയ്യുക. എന്നിട്ട് ശരിയായ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക. ആക്ച്വൽ പെർഫോമൻസ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുക. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. അവിടെ വേരിയേഷൻ ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ ഓഫ് വേരിയേഷൻ, എന്താണ് ആ വേരിയേഷൻ വരാൻ കാരണം, ആൻഡ് after ascertaining the reason, take a corrective measure.
ആ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ തെറ്റ് തിരുത്താനായിട്ട് എന്തൊക്കെ കറക്റ്റീവായിട്ടുള്ള മെഷർമെൻറ്റാണ് എടുക്കേണ്ടത് എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കുക. 6th സ്റ്റെപ്പിൽ പറയുന്നത് സെറ്റിംഗ് അപ്പ് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം സെറ്റപ്പ് ചെയ്യുക. ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഫ്യൂച്ചറിൽ വരുന്ന എക്സ്പെൻസും ഇൻകം എത്രയായിരിക്കും എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബഡ്ജറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ബഡ്ജറ്റിംഗ്. ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവർ പ്ലാൻ ചെയ്യുക ബഡ്ജറ്റിംഗ് റിലേറ്റഡ് ആയിട്ട്, ബഡ്ജറ്ററി കൺട്രോളിൻ്റെ ഭാഗമായിട്ട് അവർ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് അവർ എന്ത് ചെയ്യുക, സെറ്റപ്പാക്കി വെക്കുക. ദെൻ ഇൻട്രൊഡ്യൂസിങ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ബിസിനസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഡൈനാമിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളും അവിടെ ചെയ്യുന്ന ഓപ്പറേഷൻസും പ്രോസസ്സൊക്കെ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ന്യൂ ചാലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കണം, പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്കുകൾ അഡോപ്റ്റ് ചെയ്യണം. ഇത്രയാണ് ഈ 7 സ്റ്റെപ്പാണ് ഇൻസ്റ്റലേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഓർമ്മ വന്നില്ലേ? ഇപ്പോൾ ഇനി ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂഷ്വലി പ്രിപ്പയർഡ് ബൈ ദി ബിസിനസ് ഓർഗനൈസേഷൻ. സാധാരണ ബിസിനസ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരിക? മെയിനായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക? ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, 2 ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് വരും. ഏതൊക്കെയാണത്? ഒന്ന് ബാലൻസ് ഷീറ്റും ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും അല്ലേ. ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളടുത്ത് പറയുന്നത് ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ആ 2 ഓർമ്മ വരും എന്നുള്ളതല്ല, അത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരും. എന്തിനാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു നോ ദി നെറ്റ് റിസൾട്ട് ഓഫ് ദി ഫേം അല്ലേ, ഫേമിൻ്റെ നെറ്റ് റിസൾട്ട് കാണിക്കാനാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതേപോലെ എന്തിനാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു നോ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാനാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ നിങ്ങൾക്ക് മുന്നേ തന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ട് തന്നിട്ടുണ്ട്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറയാറുണ്ട്. അപ്പോൾ ആസ് പെർ റിക്വയർമെൻറ്റ് പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റിനും പുറമെ അഡീഷണൽ സപ്പോർട്ടീവായിട്ടുള്ള അതർ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതിലൊരെണ്ണമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഇതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യണം. എന്തിനാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു നോ ദി ക്യാഷ് ഫ്ലോ ഓഫ് ദി ബിസിനസ് അല്ലേ, ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ അറിയാനാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫണ്ട് ഫ്ലോയും ക്യാഷ് ഫ്ലോയും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ക്ലാസ്സസ് അതിന് ഞാൻ തന്നിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് ഒരുപാട് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് ഒന്ന് റെഫർ ചെയ്യുക, പഠിക്കാം. നെക്സ്റ്റ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. അതിൽ പ്രോഫിറ്റബിലിറ്റിയും കാണിക്കണം. എങ്ങനെയാണ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക? ഓർമ്മയുണ്ടോ? കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും പഠിച്ചതല്ലേ? കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിലും നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ ടൂൾസാണ് ടെക്നിക്സാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൽ ഉപയോഗിക്കേണ്ടത്? വേറെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വിചാരിക്കുക. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഓർ ടെക്നിക്ക് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്? നിങ്ങൾ എന്തൊക്കെ എഴുതുക? അതിൽ വരുന്ന ടൂൾസും ടെക്നിക്കും ഒന്ന് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ്സ് 2 കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. പിന്നെ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, അതിൽ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ഉണ്ട്. പിന്നെ ട്രെൻഡ് അനാലിസിസിൽ ട്രെൻഡ് റേഷ്യോ, അതൊന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ട്രെൻഡ് പെർസെൻറ്റേജ് കാണാനും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, 4 മാർക്കിനൊക്കെ വരാനായിട്ട് പ്രതീക്ഷിക്കാം. അതേപോലെ റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്, ഇതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൻ്റെ ടെക്നിക്കുകളാണ്. അപ്പോൾ ഈ 6 ടെക്നിക്കിൽ ഫസ്റ്റ് പറയുന്നതാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ 2 or more years ആണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, കമ്പയർ ദി ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ 2 or more years, 2 അതിൽ കൂടുതലോ വർഷങ്ങളിലുള്ള ഡാറ്റ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ മീനിങ് ഫുൾ ആക്കാൻ എന്തൊക്കെ മാറ്റം, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ വന്നിട്ടുള്ളത് ഫിനാൻഷ്യൽ ഡാറ്റയിൽ,
അത് എമൗണ്ടിലും കാണിക്കുക, പെർസെൻറ്റേജിലും കാണിക്കുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടും ബാലൻസ് ഷീറ്റ് വെച്ചിട്ടും ചെയ്യാം. അതിൽ ഫിഗേഴ്സ് കാണിക്കണം, എമൗണ്ട് എത്രയാണെന്ന് കാണിക്കണം, എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് എമൗണ്ട്, അതുപോലെ 2 വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ 2 വർഷത്തെ എമൗണ്ടും അതിൽ കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ള ചേഞ്ച് കാണിക്കണം. അത് പെർസെൻറ്റേജിലും അതേപോലെ എമൗണ്ടിലും കാണിക്കാം. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെയൊക്കെ 2 മാർക്കിൻ്റെ ധാരാളം ക്വസ്റ്റ്യൻസൊക്കെ അന്ന് വന്നിട്ടുണ്ട്. അതായത് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്താണെന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്താ, പർട്ടിക്കുലേഴ്സ് കോളം വേണം, എല്ലാ ഐറ്റംസ് റെക്കോർഡ് ചെയ്യാനാണ്, പിന്നെ ഡാറ്റ പ്രീവിയസ് ഇയറിലെ എമൗണ്ട് കാണിക്കണം, കറണ്ട് ഇയറിലെ എമൗണ്ട് കാണിക്കണം, പിന്നെ രണ്ടിൻ്റെയും കൂടെ കമ്പാരിസൺ കാണിക്കാൻ ഇൻക്രീസ് കോളം ഡിക്രീസ് കോളം കൊടുക്കണം, അതിൻ്റെ പെർസെൻറ്റേജും കാണിക്കണം, ഇൻക്രീസ് ആയോ ഡിക്രീസ് ആയോ എത്ര ശതമാനമാണെന്നുള്ളതും കാണിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, പെർസെൻറ്റേജ് കാണുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് നോക്കേണ്ടത്. അപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമ്മൾ ഹെഡിങ് കൊടുക്കുക. അപ്പോൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആണ്, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റാണ്, എന്തായാലും ഹെഡിങ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, പർട്ടിക്കുലേഴ്സ് കോളം കൊടുക്കുക, കറണ്ട് ഇയർ എമൗണ്ട്, പ്രീവിയസ് ഇയർ എമൗണ്ട്, കറണ്ട് ഇയർ എമൗണ്ട്, പിന്നെ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് കാണിക്കുക. നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ കറണ്ട് ഇയർ എന്ന് പറയുന്നത് ഇപ്പോൾ 2018 ആണ് വിചാരിക്കുക, അപ്പോൾ 17 ആണ് പ്രീവിയസ് ഇയർ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 18 എമൗണ്ട് പ്രീവിയസ് ഇയറായിട്ട് കമ്പയർ ചെയ്തിട്ട് കൂടിയോ കുറഞ്ഞോ നോക്കുക. ഓക്കെ, കറണ്ട് ഇയറിലാണ് നമ്മൾ എപ്പോഴും ഇരിക്കേണ്ടത്. കറണ്ട് ഇയറിൽ ഇരുന്നിട്ട് പഴയ വർഷമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുക, കൂടുകയാണോ കുറയാണോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറയുകയാണെങ്കിൽ മൈനസ് ഇട്ടിട്ട് എമൗണ്ട് എഴുതാം, കൂടുകയാണെങ്കിൽ പ്ലസ് ഇട്ടിട്ട് എമൗണ്ട് എഴുതാം. ഇനി അതിൻ്റെ പെർസെൻറ്റേജും കാണണം. ഇപ്പോൾ 2017 1000 റുപ്പീസ് കൊടുത്തിട്ടുണ്ട്, 2018 800 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറയല്ലേ ചെയ്ത്, -200 അല്ലേ വന്ന്. അപ്പോൾ എങ്ങനെ നമ്മളത് പെർസെൻറ്റേജ് കാണാം, എത്രയാണോ കുറഞ്ഞ എമൗണ്ട് 200 ആണല്ലോ, 200 ഡിവൈഡഡ് ബൈ ഏത് ഇയറിലാണ് നമ്മൾ കമ്പയർ ചെയ്ത്, പ്രീവിയസ് ഇയറിലെ എമൗണ്ട് അല്ലേ, പഴയ വർഷത്തെ എമൗണ്ട് അല്ലേ, അപ്പോൾ ഡിവൈഡഡ് ബൈ 1000 × 100 അങ്ങനെ നമ്മൾ കാണാം. ഈ പ്രോബ്ലംസ് നമ്മൾ ധാരാളം ചെയ്തിട്ടുണ്ട്, ഈ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് എന്ന് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആ പ്രോബ്ലം ചെയ്തത് നിങ്ങൾ നോട്ട്ബുക്കിലൊന്ന് നോക്കുക, പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണാം, എന്നിട്ടത് സോൾവ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാത്ത ഒരു ഏരിയയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും സെയിൽസിൽ നിന്നാണ് തുടങ്ങുക. അതേ സ്റ്റെപ്പ് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇപ്പോൾ സെയിൽസിൽ നിന്ന് തുടങ്ങുക, ആദ്യം പർട്ടിക്കുലർ കോളത്തിൽ സെയിൽസ് എഴുതുക, എന്നിട്ട് കറണ്ട് ഇയറിലും പ്രീവിയസ് ഇയറിലും ചേഞ്ചസ് 2% എമൗണ്ടിലും കാണിക്കുക. രണ്ടാമത്തെ എഴുതേണ്ട ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് എഴുതുക. എന്നിട്ട് ഈ 450 500 രൂപ എന്ന് ലെസ് ചെയ്ത് കാണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, GP കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അതൊന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്യണം. ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ് രണ്ടും ലെസ് ചെയ്തിട്ട് നെറ്റ് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ അതായത് നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്ത് GP കിട്ടും. GPന്ന് ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് ലെസ് ചെയ്താൽ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അതിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടുള്ള ഈ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്താൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഇത്. പെട്ടെന്ന് മാർക്ക് അത്ര സമയം എടുക്കില്ല ഇത് സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നന്നായി നോക്കുക, പഠിക്കുക. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇത് റേഷ്യോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ്, ഈ പ്രോബ്ലം ഇത് സെയിം പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. കറണ്ട് റേഷ്യോ 2.5, ലിക്വിഡ് റേഷ്യോ 1.75, സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി അല്ലേ. അപ്പോൾ കറണ്ട് അസറ്റ് എങ്ങനെ കാണുക, കറണ്ട് അസറ്റ് കാണാൻ കറണ്ട് റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്, ലിക്വിഡ് റേഷ്യോ തന്നിട്ടുണ്ട്, സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഈ സ്റ്റോക്കും കറണ്ട് റേഷ്യോ ലിക്വിഡ് റേഷ്യോ തമ്മിൽ എന്തെങ്കിലും കമ്പാരിസൺ ഉണ്ടോ? കറണ്ട് അസറ്റിന്ന് ക്യുക്ക് അസറ്റ് ലെസ് ചെയ്താലാണ് നമുക്ക് സ്റ്റോക്ക് കിട്ടുക അല്ലേ. അപ്പോൾ കറണ്ട് റേഷ്യോ ഇവിടെ 2.5 തന്നിട്ടുണ്ട്, ലിക്വിഡ് റേഷ്യോ 1.75 തന്നിട്ടുണ്ട്. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റോക്കായിട്ട് കൊടുക്കുക. അതിന് നമ്മളൊരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു പ്രോബ്ലം നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്തിട്ടുണ്ട്, ഇതേ ടൈപ്പ് പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കമ്പൽസറി ആയിട്ട് അതൊന്ന് എടുത്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി
അടുത്തത് ബാലൻസ് ഷീറ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളത്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ളതാണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലെ ബാലൻസ് തന്നിട്ടുണ്ട്, ജനറൽ റിസർവ് തന്നിട്ടുണ്ട്, ഗുഡ് വില്ല് തന്നിട്ടുണ്ട്. അപ്പോൾ അത് റൈറ്റ് ഓഫ് ഇത് കാണാൻ പ്രിലിമിനറി എക്സ്പെൻസ് തന്നിട്ടുണ്ട്, 2 വർഷത്തെയും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് മെഷീനറിയും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഈ ക്യാഷ് ഫ്ലോയും ഫണ്ട് ഫ്ലോയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നമ്മൾ ക്യാഷ് ഫ്ലോയിൽ ക്യാഷ് ഫ്ലോയിൽ ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. ഫണ്ട് ഫ്ലോയിൽ 4 സ്റ്റേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 4 സ്റ്റേജസ് ഏതൊക്കെയാണെന്നൊക്കെ ഓർമ്മ ഉണ്ടോ? 4 സ്റ്റേജസിലൂടെ പോയിട്ടാണ് ലാസ്റ്റാണ് ഏത് പ്രിപ്പയർ ചെയ്യുക, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ആദ്യം ചെയ്യും അല്ലേ? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ചെയ്തതിന് ശേഷം ആണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. പിന്നെ എന്തെങ്കിലും എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മൾ ലാസ്റ്റാണ് സോഴ്സും ആപ്ലിക്കേഷനും കാണിക്കുക. അതിനിടയ്ക്ക് എന്തും വേണം, വർക്കിംഗ് നോട്ട് പോലെയാണ് സാധാരണ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഒറ്റയ്ക്കും ക്വസ്റ്റ്യൻ വരാറുണ്ട്, 4 മാർക്കിനൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ 4 സ്റ്റേജിലൂടെ പോകണം. 4 സ്റ്റേജ് എന്ന് പറയുന്നത് ആദ്യം വർക്കിംഗ് ക്യാപിറ്റൽ കാണണം, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണണം, പിന്നെ മെഷീനറി അക്കൗണ്ടോ ടാക്സ് അക്കൗണ്ടോ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടോ ഡിപ്രീസിയേഷൻ അക്കൗണ്ടോ അതൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതൊരു സ്റ്റേജിൽ വരും. ദെൻ ലാസ്റ്റ് സ്റ്റേജിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും വരും. ഓക്കെ, അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ നമ്മൾ 2 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എത്ര മെത്തേഡ് പഠിച്ചിട്ടുണ്ട്? 2 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ഓർമ്മ ഉണ്ടോ? ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലും നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ എങ്ങനെയാണ് ചെയ്യുക, ഏതാണ് ഫോർമാറ്റ്, അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ അക്കൗണ്ട് ഫോമിൽ എങ്ങനെയാണ് എന്നുള്ളതും തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. അതായത് 2 രീതിയിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ പെർട്ടിക്കുലേഴ്സ് കോളം എമൗണ്ട് കോളം കൊടുക്കുക. പ്രോഫിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ആ പ്രോഫിറ്റ് നമുക്ക് തരുമല്ലോ, പ്രോഫിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ആ പ്രോഫിറ്റ് അതിൻ്റെ കൂടെ നോൺ ഫണ്ട് ഐറ്റംസ് ആഡ് ചെയ്യുക. ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ റൈറ്റ് ഓഫ്, പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ട്രാൻസ്ഫർ ടു റിസർവ്, ഇതൊക്കെ ആഡ് ചെയ്യുക. ലെസ് ചെയ്യേണ്ടത് ഡിവിഡൻഡ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഈ നോൺ ഫണ്ട് ഐറ്റംസിൽ ഇൻകം ഉണ്ടാവില്ലേ, അത് ഡിവിഡൻഡ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുക, ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 2 വർഷത്തെ തന്ന പ്രോഫിറ്റ് എങ്ങനെ എടുക്കേണ്ടത് വെച്ചാൽ ഡിഫറൻസ് എടുക്കുക. റിസർവിലേക്ക് എത്രയും മാറ്റി വെച്ചിട്ടുള്ളത് നോക്കുക. ഇപ്പോൾ ഇവിടെ റിസർവിലേക്ക് എത്രയും മാറ്റി വെച്ചിട്ടുള്ളത് 7,500. ഗുഡ് വിൽ എത്രയും റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ളത് നോക്കുക, ഡിഫറൻസ് നോക്കുക. 15,000ഉം 7,500 നമ്മുടെ ഡിഫറൻസ് നോക്കുക. പ്രിലിമിനറി എക്സ്പെൻസ് എത്രയും റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ളത് 3,000 അല്ലേ, ഡിഫറൻസ് നോക്കുക. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എത്രയും നോക്കുക. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിലാണ്. അത് നന്നായിട്ട് നോക്കുക. അതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോ, അതും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് ആ ക്ലാസ് കഴിയുന്ന വരെ, അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വരെ നമ്മളത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പഠിച്ചിട്ട് വേണോ, അത് ആ സമയത്ത് തന്നെ ഞാൻ അതെങ്ങനെയാണ് ഡെഫിനിഷൻ മറക്കാണ്ടിരിക്കാൻ ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കാനായിട്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാഷ് ഫ്ലോയും ഫണ്ട് ഫ്ലോയും തമ്മിൽ ഡിഫറൻസ് പഠിക്കുക കേട്ടോ. അത് വളരെ നന്നായിട്ട് വൃത്തിയായിട്ട് പഠിച്ചോളൂ. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ,
ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ശരിക്കും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ചിന്തിക്കാനേ ഇല്ല. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. അത്ര എഴുതിയാൽ തന്നെ മീനിങ് ആയി. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. ഇറ്റ് ഷോ ദി ഫ്ലോ ഓഫ് ഇൻകമിങ് ക്യാഷ് ആൻഡ് ഔട്ട് ഗോയിങ് ക്യാഷ്, അല്ലെങ്കിൽ ഇറ്റ് ഷോ ദി ഇൻഫ്ലോ ഓഫ് ക്യാഷ് ആൻഡ് ഔട്ട് ഫ്ലോ ഓഫ് ക്യാഷ്. ദി ഫ്ലോ ഓഫ് ക്യാഷ് ഒക്കേഴ്സ് വെൻ എനി ട്രാൻസാക്ഷൻ മേക്ക് ചേഞ്ചസ് ഇൻ ദി എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോ. ഏതൊക്കെ ക്യാഷ് ഫ്ലോ ഉണ്ടാവാം? ഇൻഫ്ലോ ആയിട്ടും ഔട്ട്ഫ്ലോ ആയിട്ടും പലതരം ക്യാഷ് ഫ്ലോയും വരാം അല്ലേ. അത് ക്യാഷിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഐറ്റത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷൻ ഫ്രം വൺ പീരീഡ് ടു അനദർ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 പ്രകാരമാണ് കേട്ടോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അത് മറക്കരുത്. According to Accounting Standard 3, revised all the manufacturing and finance companies which are listed in SEBI stock exchange or all commercial or industrial and business enterprises, those sales are more than 50 crore per year, ഒരു വർഷത്തിൽ 50 കോടിയിലധികം, must prepare and publish cash flow statement by indirect method. This is made compulsory from 1st April 2001 onwards. അപ്പോൾ ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഫേമുകൾ 50 കോടിയിൽ കൂടുതൽ ഉള്ള ഫേമുകൾ അവരെന്ത് ചെയ്യണം? അവർ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 പ്രകാരം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കമ്പൽസറി ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ക്യാഷ് ഫ്ലോയും ഫണ്ട് ഫ്ലോയും തമ്മിൽ വ്യത്യാസം പഠിക്കുക. ഇനി ഇതിൽ ഏതൊക്കെ ആക്ടിവിറ്റീസാണ് ക്യാഷ് ഫ്ലോയിൽ വരുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോ: cash flow from operating activity, cash flow from investing activity, cash flow from financing activity. Cash flow from operating എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ ജനറേറ്റഡ് ഡ്യൂറിങ് ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? പ്രൊഡ്യൂസിങ് ഗൂഡ്സ്, അക്വയറിങ് ഗൂഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് സെൽ ദം. പ്രൊഡ്യൂസിങ് ഗൂഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് സെൽ ദം. ദെൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ക്യാഷ് സെയിൽ, ക്യാഷ് പർച്ചേസ്, receipt from debtors, payment to creditors, cash receipt from royalty, fees, commission, refund of income tax, payment to operating expenses like wages, salary, rent. ഇതൊക്കെ ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോ ആയിട്ട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വരും. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? That is, activities include purchase and sale of fixed asset, investments in securities, shares or debentures. അപ്പോൾ ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെയർ, ഡിബഞ്ചർ, ഇതൊക്കെ വാങ്ങാൻ വിൽക്കുക. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഡിസ്ക്ലോസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ റിസോഴ്സസ് ഇൻറ്റൻഡഡ് ടു ജനറേറ്റ് ഫ്യൂച്ചർ ഇൻകം ആൻഡ് ക്യാഷ് ഫ്ലോസ്. എക്സാമ്പിൾ പറയാം: ക്യാഷ് റെസീറ്റ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ ഇൻടാഞ്ചിബിൾ അസറ്റ്, റെസീറ്റ് ഫ്രം സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, ദാറ്റ് ഈസ് റെസീറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിലുള്ള ഈ ഡിവിഡൻറ്റും ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും അല്ലേ, അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. കാരണം നമ്മളെന്തോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്നതല്ലേ, അപ്പോൾ ഇൻവെസ്റ്റിംഗ് വരിക കേട്ടോ. പേയ്മെൻറ്റ് ഇതിൽ വരില്ല കേട്ടോ. ഇൻട്രസ്റ്റ് കൊടുക്കുന്നതും ഡിവിഡൻറ്റും ഇൻവെസ്റ്റിങ്ങിൽ വരില്ല. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ നമ്മൾ വാങ്ങിക്കുന്ന ഡിവിഡൻറ്റും ഇൻട്രസ്റ്റുമാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ വരും. പിന്നെ ലോൺ എടുത്തത്, പേയ്മെൻറ്റ് ഫോർ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് വാങ്ങാനായിട്ട് ക്യാഷ് ചിലവാക്കിയത്, ഇൻടാഞ്ചിബിൾ അസറ്റ് വാങ്ങാനായിട്ട് ചിലവാക്കിയത്, ക്യാഷ് പേയ്മെൻറ്റ് ഫോർ പർച്ചേസ് സെക്യൂരിറ്റി, ഇപ്പോൾ സെക്യൂരിറ്റി വാങ്ങാനായിട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങാനായിട്ട് നമ്മൾ ചിലവാക്കിയത്, ലോൺ ഗിവൺ ടു ബോറോവേഴ്സിന് ലോൺ കൊടുത്തത്, ഇതൊക്കെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുടെ എക്സാമ്പിളാണ്. വേറൊരു ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഫൈനാൻസിങ് ആക്ടിവിറ്റിയാണ്, ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ഏതൊക്കെയാണ് വരാമെന്ന് ഓർമ്മയുണ്ടോ? Financing activities are those activities which result in changes in size and composition of owners' capital or shareholders' fund and short-term and long-term borrowings. That includes raising fund from owners, borrowing from creditors, repayment and redemption. നമ്മൾ ക്യാഷ് റേസ് ചെയ്യാൻ വേണ്ടി, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. അതായത് ക്യാപിറ്റലിൽ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ ലോൺ എടുക്കാറുണ്ട്. ഷോർട്ട് ടേം ആവാം, ലോങ് ടേം ആവാം. ഓണേഴ്സിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാം, കടമായിട്ട് ക്രെഡിറ്റേഴ്സിൽ നിന്ന് ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ എടുക്കാം, തിരിച്ചു കൊടുക്കും വേണം. ഇങ്ങനെ റേസ് ചെയ്യുന്ന എമൗണ്ട് റീപേ ചെയ്യും വേണം അല്ലേ. അതൊക്കെയാണ് ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ വരിക. ക്യാഷ് ഫ്രം ഇഷ്യൂ ഷെയർസ്, ക്യാഷ് ഫ്രം ഇഷ്യൂ ഡിബഞ്ചേഴ്സ്, ബോണ്ട്, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺ ഫ്രം ബാങ്ക് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആൻഡ് ഔട്ട്ഫ്ലോയിൽ എന്തൊക്കെ വരാം? റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, ബോണ്ട്, റീപേയ്മെൻറ്റ് ഓഫ് ലോൺ,
പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് കൊടുക്കലും ഡിവിഡൻഡ് കൊടുക്കലും ഫിനാൻസിങ്ങിലാണ് വരിക. കാരണം എന്താണ്, നമ്മൾ നമ്മുടെ ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക, വേറെ ആരോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക, നമ്മൾ ഫൈനാൻസ് ചെയ്തിരിക്കുക അല്ലേ. അപ്പോൾ നമ്മളാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് നമ്മളല്ലേ കൊടുക്കുക. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് വരിക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസും അതേപോലെ അതിൻ്റെയൊക്കെ രണ്ടിൻ്റെ മീനിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ദി മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി ഫൈൻഡ് ദാറ്റ് വൈൽ കോസ്റ്റ് ഓഫ് മേക്കിംഗ് എ കോമ്പണൻറ്റ് പാർട്ട് ₹15 the same is available in market 13 with an assurance to continue supply. The cost information, മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, എക്സ്പെൻസ് തന്നിട്ടുണ്ട്, ടോട്ടൽ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. നമ്മളടുത്ത് എന്താ പറയണത്, ഇത് വാങ്ങണോ വിൽക്കണോ, മേക്ക് ഓർ ബൈ ഡിസിഷൻ. ഓക്കെ, ഇവിടെ ഗിവ് ഓൾസോ യുവർ വ്യൂസ് ഇൻ കേസ് സപ്ലയർ റെഡ്യൂസ്. സപ്ലയർ 13 രൂപയിൽ നിന്ന് അത് 11 രൂപയാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു ക്വസ്റ്റ്യൻ മാർജിനൽ കോസ്റ്റിങ്ങിൽ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് അത് കണ്ടിട്ട് നോട്ട് എഴുതി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എല്ലാ വീഡിയോ കണ്ടതിന് ശേഷം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതാണത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ കാണുക. അതിൽ മേക്ക് ഓർ ബൈ ഡിസിഷൻ ചെയ്തിട്ടുണ്ട്, പല ടൈപ്പ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് എന്തായാലും 4 മാർക്കിനും എസ്സേയിലൊക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്താണ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുള്ളത്? റേഷ്യോ അനാലിസിസിലാണ് പഠിച്ചിട്ടുള്ളത്. എന്താണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താണ്, അതൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ റേഷ്യോ അനാലിസിസിൽ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളടുത്ത് ക്യാപിറ്റൽ ഗിയറിംഗ് ആ ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം നിങ്ങൾക്ക് വരിക, ക്യാപിറ്റൽ ഗിയറിംഗ് തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ റേഷ്യോ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, റേഷ്യോ നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് എഴുതിയെടുക്കുക. ഓരോ റേഷ്യോ ഇങ്ങനെ പഠിച്ചതിന് ശേഷം ഒരു നോട്ട് ബുക്കിൽ സൈഡിൽ ഇങ്ങനെ എഴുതി വയ്ക്കുക, ചെറുതാക്കി എഴുതി വയ്ക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ടൊന്ന് ഓർത്തെടുക്കാൻ സുഖമാണ്. പെട്ടെന്ന് ഓർമ്മ വരില്ലെങ്കിൽ അതൊന്ന് നോക്കുക. റേഷ്യോ എത്രത്തോളം റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും, ഓർത്തെടുക്കാനും സാധിക്കും. കാരണം ഇങ്ങനെ വായിച്ചു പോയാൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളെന്താ പഠിക്കുന്ന സമയത്ത് ഓരോ റേഷ്യോ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. അതിൽ ഷോർട്ട് ടേം അല്ലെങ്കിൽ ലിക്വിഡിറ്റി റേഷ്യോ ഏതൊക്കെയാണ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഏതൊക്കെയാണ്, ടേൺ ഓവർ റേഷ്യോ ഏതൊക്കെയാണ്, അതൊക്കെ പ്രത്യേകമായിട്ട് എഴുതിയെടുക്കുക. കറണ്ട് റേഷ്യോയിൽ ലിക്വിഡിറ്റി റേഷ്യോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ റേഷ്യോ വരിക എന്നുള്ളത് അല്ലേ. ഏതൊക്കെ റേഷ്യോ വരിക എന്ന് ഓർമ്മ ഉണ്ടോ? ലിക്വിഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? കറണ്ട് റേഷ്യോ ഉണ്ട്, ക്വിക്ക് റേഷ്യോ ഉണ്ട് അല്ലേ. ക്വിക്ക് റേഷ്യോനെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് വിളിക്കാം. ക്യാഷ് ബേൺ റേഷ്യോ ഒക്കെ പഠിച്ചില്ലേ? ക്യാഷ് ബേൺ റേഷ്യോൻ്റെ ഒക്കെ തിയറി പഠിച്ചിട്ടുണ്ട് അല്ലേ. അതൊക്കെ പഠിക്കുക മീൻസ് ഓരോ കാറ്റഗറിയിൽ ഏതൊക്കെ ടൈപ്പ് റേഷ്യോ എന്ന് വരുന്നത്. ലോങ് ടേം റേഷ്യോ ഏതൊക്കെയാണ്, ലോങ് ടേം സോൾവൻസി റേഷ്യോയിൽ ഏതൊക്കെയാണ് വരിക നോക്കുക. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ വരും ഇല്ലേ. 2 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ റെഗുലറായിട്ട് ഏത് ഇക്വേഷൻ നമ്മൾ ഫോളോ ചെയ്യണമെന്നുണ്ട്. പിന്നെ സോൾവൻസി റേഷ്യോ എന്താണെന്ന് ചോദിക്കും അല്ലേ. ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ്. അപ്പോൾ ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണോ ആദ്യം പറഞ്ഞിട്ടുള്ളത് മുകളിൽ എഴുതുക, ബാക്കി താഴെ എഴുതുക. 2 എന്ന് പറഞ്ഞാൽ താഴെ എഴുതുക. ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ വരുമ്പോൾ ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെറ്റ് എഴുതുക. പ്രൊപ്പറൈറ്ററി റേഷ്യോ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്, ഇതൊക്കെ ഓർമ്മ ഉണ്ടോ? അങ്ങനെയുള്ള റേഷ്യോസ് ഒക്കെ പഠിക്കണം. ക്യാപിറ്റൽ ഗിയറിംഗ് അല്ലേ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്താ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ? നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് ഇടുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി, അത് അനലൈസ് ചെയ്യാനാണ് കേട്ടോ. ദിസ് റേഷ്യോ യൂസ്ഡ് ടു അനലൈസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി. ക്യാപിറ്റൽ ഗിയറിംഗ് ഓർ ലിവറേജ്, ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറഞ്ഞാൽ ലിവറേജ് ആണ്. ലിവറേജ് റെഫേഴ്സ് ടു പ്രപ്പോർഷൻ ബിറ്റ്വീൻ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് ആൻഡ് ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ എന്താ ഇക്വേഷൻ വരിക? ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ഫണ്ട്. ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് ഏതൊക്കെയാണ്? നമുക്ക് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ നിന്ന് ഫിക്സഡ് ഇൻകം കിട്ടും ഡിവിഡൻ്റ് ആയിട്ട് അല്ലേ. അതേപോലെ ഡിബഞ്ചർ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിബഞ്ചറിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോണിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും.
അപ്പോൾ ഇതൊക്കെയാണ് ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്. അത് ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അവർക്ക് കിട്ടുന്ന റിസർവും അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ ഗിയറിംഗ് ഫണ്ടോ ക്യാപിറ്റൽ സ്ട്രക്ചർ അനലൈസ് ചെയ്യാനാണ് അതിനകത്ത് ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ടൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ എഴുതുക. അതിൽ ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ഫണ്ടിൽ ഏതൊക്കെയാണ് ഐറ്റംസ് വരിക അതൊക്കെ എഴുതുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അവർക്കുള്ള എന്താ പറയുക ജനറൽ റിസർവ് അവർക്കുള്ള പ്രോഫിറ്റ് അതൊക്കെയാണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇക്വേഷനും എഴുതാം. ഓക്കെ, അതൊക്കെ എഴുതുമ്പോഴത്തേക്ക് തന്നെ എന്തായി അത്യാവശ്യം എഴുതാനുണ്ടാവും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഇക്വേഷനാണ് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് 2019 വന്നിട്ടുള്ള ഷോർട്ട് എസ്സേസ്. ഓക്കെ, ഇനി 2018 നമുക്ക് ഡിസ്കസ് ചെയ്യാം.